സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധിയാണ്. അതിശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ഒക്കെ അപകടമുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തെ പല ഡാമുകളും തുറന്നേക്കും. കഴിഞ്ഞ ദിവസവും മഴ വ്യാപകമായ നാശനഷ്ടം തന്നെയാണ് വിതച്ചത്. ഇന്നത്തെ മഴ മുന്നറിയിപ്പുകളും മഴയുടെ കൂടുതൽ വിശദാംശങ്ങളും ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആതിര സരസ്വത്, കൊച്ചിയിൽ നിന്ന് കെബിൻ കെന്നഡി, കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സേട്ട്, അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം കൊച്ചിയിൽ നിന്നാണ് കെബിൻ കെന്നഡി ചേരുന്നുണ്ട്. കെബിൻ, എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മഴയ്ക്ക് ഒരല്പം ശമനമുള്ള ഒരു ജില്ലയാണ് കൊച്ചി എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? വീണ, മധ്യ കേരളത്തെ സംബന്ധിച്ച് മഴയ്ക്ക് അല്പം ശമനം വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലും അത് കഴിഞ്ഞ രാത്രികളിലും ഉൾപ്പെടെ മധ്യ കേരളത്തിൽ വലിയ തോതിലുള്ള മഴ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരിയ ശമനമാണുള്ളത്. എന്നാലും ചെറിയ തോതിൽ ഇടപെട്ടുള്ള ഒറ്റപ്പെട്ടുള്ള മഴകൾ ഗ്രാമമേഖലയിലും കിഴക്കൻ മേഖലയിലും പല ജില്ലകളുടെയും പെയ്തിട്ടുണ്ട്. അതേപോലെ കോട്ടയത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് നിലവിൽ തുടരുകയാണ്. കോട്ടയം ജില്ലയിൽ 12 ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. 37 കുടുംബങ്ങളിലായി 129 പേരെ ക്യാമ്പുകളിൽ തുടരുന്നുണ്ട്. ഈ കോട്ടയം താലൂക്കിൽ 11 ക്യാമ്പുകളിൽ, ചങ്ങനാശ്ശേരി താലൂക്കിൽ 1 ക്യാമ്പുമാണ് നിലവിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് നിലവിൽ യെല്ലോ അലർട്ടാണ്. ഈ മധ്യ കേരളത്തിൽ ഒരു മഴ കൂടുതലുള്ള ജില്ല എന്ന് പറയാൻ നിലവിൽ ഉള്ള ജില്ല ഒരു തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ 11 ക്യാമ്പുകളാണ് നിലവിലുള്ളത്. ഈ 11 ക്യാമ്പുകളിലായി 54 കുടുംബങ്ങൾ ഇപ്പോൾ നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 58.33 മില്ലിമീറ്റർ മഴയാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ലഭിച്ചിരിക്കുന്നത്. 17 വീടുകൾ ഭാഗികമായി തകരുകയും ഒരു വീട് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം പകലും രാത്രിയുമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ കനത്ത മഴയിൽ മണലി, കുറുമാലി പുഴകൾ ചേർന്ന് ഒഴുകുന്നു, ജലനിരപ്പ് ഉയരുന്നതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. തൃശ്ശൂർ നാട്ടികയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പുള്ള് മനക്കൊടി റോഡിലൂടെയുള്ള ഗതാഗതം നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. തൃശ്ശൂർ വേലൂരിൽ കിണറടഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 75ഓളം കുടുംബങ്ങളെ അവിടെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മഴയ്ക്ക് അവിടെ നേരിയൊരു ശമനമാണുള്ളത്. കിഴക്കൻ മേഖലയിൽ നിന്നും വെള്ളം ഒഴുകിയെത്തുന്നതോടുകൂടി അപ്പർ കുട്ടനാട്ടിലേക്ക് വെള്ളം നിറയാനുള്ളൊരു സാഹചര്യം ആലപ്പുഴ ജില്ലയിൽ നിലനിൽക്കുന്നു എന്നാണ് പറയാനുള്ളത്. അതേപോലെ ഇടുക്കിയെ സംബന്ധിച്ച് ദേവികുളം താലൂക്ക്, ചിന്നക്കടൽ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കിഴക്കൻ മേഖലകൾ, അതേപോലെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഇന്ന് ഇടപെട്ടുള്ള ഒറ്റപ്പെട്ട മഴയാണ് ഇന്നലെ രാത്രിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാർ, പുറത്തോട് 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. വീണ, ചെറു ഡാമുകളായ കല്ലാർകുട്ടി, പാമ്പ്ള, മലങ്കര ഷട്ടറുകൾ നേരത്തെ മഴയെ സംബന്ധിച്ച് തുറന്നിരുന്നു. അത് നിലവിൽ തുറന്നു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ലോ റേഞ്ച്, ഹൈ റേഞ്ച് മേഖലകളിൽ ഇടപെട്ടുള്ള ഒറ്റപ്പെട്ട മഴകളാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഈ നഗരമേഖലയിലായാലും മലയോര മേഖലയിലായാലും നേരിയ ശമനം തന്നെയാണുള്ളത്. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ 71 വീടുകൾക്ക് ഭാഗികമായി തകരാറേൽക്കുകയും 2 വീടുകൾ പൂർണ്ണമായും തകരുകയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പെരിയാറിലെ വെള്ളത്തിൻ്റെ അളവ് കുറവുന്ന ഒരു സാഹചര്യമുണ്ട്. ആലപ്പുഴ, മണപ്പുറത്ത് ഉൾപ്പെടെ ഉള്ള കയറിയ വെള്ളം തിരിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പൊതുവെ മധ്യ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നാൽ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് തന്നെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും അതേപോലെ ജില്ലാ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകൾ ശക്തമായ മഴ മധ്യ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വീണ, എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മധ്യ കേരളത്തിൽ ഇപ്പോൾ അല്പം മഴയ്ക്ക് ശമനമുണ്ട്. എന്നാൽ പോലും ഇടവിട്ട് മഴ പെയ്യുന്നുവെന്നാണ് കെബിൻ കെന്നഡി റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുന്നുണ്ട്. ഇർഫാൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ശക്തമായ മഴ പെയ്ത ജില്ലകളിൽ ഒന്നാണ് കോഴിക്കോട്. ഇപ്പോഴെന്താണ് സാഹചര്യം? ജില്ലയിൽ ഇന്ന് ഏതാണ് മഴ മുന്നറിയിപ്പ്? എന്താണ് നിലവിൽ നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കോഴിക്കോട് ജില്ലയിൽ ശക്തമായ രീതിയിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ വിവിധയിടങ്ങളിൽ അതിശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലാണ്. നഗരത്തിലും ഇടവിട്ട് തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരം തന്നെയാണ്. ആളപായങ്ങളില്ല എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്നൊരു കാര്യം തന്നെയാണ്. കാരണം കാസർഗോഡും മുതൽ
മലപ്പുറം വരെയുള്ള വടക്കൻ ജില്ലകളിൽ ഇടവിട്ട് അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. കാസർഗോഡ് മഴയ്ക്കൊരൽപ്പം ശമനമുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. താരതമ്യേന ഇന്നലത്തെ അപേക്ഷിച്ച് ഒരൽപ്പം കുറവ് അർദ്ധരാത്രി മുതലുണ്ട്. കണ്ണൂരും സമാനമായ സാഹചര്യം തന്നെയാണ്. റെഡ് അലേർട്ട് ആണെങ്കിൽ കൂടി മഴയ്ക്കൊരൽപ്പം ശമനമുണ്ട്. കോഴിക്കോടും കണ്ണൂരും കാസർഗോഡുമെല്ലാം സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അംഗനവാടികൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ സമാനമായ രൂപത്തിൽ അംഗനവാടികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ ഡയറക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ജില്ലാ കളക്ടർ ഒരു പ്രത്യേക ഉത്തരവും ഇന്നലെ ഇറങ്ങിയിരുന്നു. മഴ കനക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി അവധി നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യം പ്രധാന അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും തീരുമാനിക്കാം എന്നുള്ളതാണ് ജില്ലാ കളക്ടറുടെ ഒരു ഉത്തരവിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്, ഡയറക്ടറാണ് ഇത്തരത്തിൽ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി ഉത്തരവിറക്കിയിട്ടുള്ളത്. കോളേജുകൾക്ക് ഇത്തരത്തിൽ ഈ അവധി കോഴിക്കോട് ജില്ലയിൽ ബാധകമല്ല. വയനാടും മലപ്പുറത്തും പാലക്കാടും സമാനമായ രീതിയിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പാലക്കാട് ജില്ലയിൽ നേരിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ താരതമ്യേന മഴയും അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങളും കുറവുണ്ട് എന്ന് പറയാൻ കഴിയും. കോഴിക്കോട് ജില്ലയുടെ നഗരഭാഗങ്ങളിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി മുതൽ പെയ്ത അതിശക്തമായ മഴയിലാണ് ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. മാലിന്യങ്ങൾ കെട്ടിനിൽക്കുന്നതാണ് വെള്ളക്കെട്ടിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇത് നീക്കം ചെയ്യാനുള്ള നടപടികൾ നഗരസഭ രാവിലെ തന്നെ തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ജില്ലയുടെ തീരപ്രദേശങ്ങളിലും സമാനമായ രൂപത്തിൽ ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ്. ഇനി തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആതിര സരസ്വതി ചേരുന്നുണ്ട്. ആതിര, ഏത് അലേർട്ടാണ് ഇന്ന് ജില്ലയിൽ നൽകിയിട്ടുള്ളത്? ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ശക്തമായ മഴ പെയ്ത ജില്ല തന്നെയാണ് തിരുവനന്തപുരവും. എന്താണ് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരം? ഇന്ന് പുലർച്ചെയൊക്കെ ഏത് രീതിയിലാണ് അവിടുത്തെ മഴ? ആതിര, സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നമുക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഒപ്പം 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ തന്നെയുമായി പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. അങ്ങനെ പല രീതിയിലുള്ള അപകടങ്ങളുണ്ടായ ഒരു സമയം കൂടിയായിരുന്നു. ആതിര സരസ്വതി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ആതിര, ഇന്ന് ഏത് അലേർട്ടാണ് ജില്ലയിൽ നൽകിയിട്ടുള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്ത ഒരു ജില്ല തന്നെയാണ് തിരുവനന്തപുരവും. പുലർച്ചെയൊക്കെ ഏത് രീതിയിലാണ് അവിടുത്തെ മഴ? തിരുവനന്തപുരം ജില്ലയിൽ അലർട്ടുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഒന്നും തന്നെ മഴയ്ക്കുള്ള അലർട്ടുകൾ നൽകിയിട്ടില്ല ഈ നിമിഷം എന്നാണ് പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജില്ലയിൽ വളരെ വലിയ തോതിലുള്ള മഴ പെയ്തതുമാണ്. ഇന്നലെ തന്നെയും ഉച്ചയോടുകൂടി വലിയ രീതിയിലുള്ള കാറ്റും ശക്തമായിരുന്നു. പ്രത്യേകിച്ച് കേരള തീരത്ത് വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി നിലനിൽക്കുന്ന സമയമാണ്. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ വീശാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നു. എന്നാലും തെക്കൻ കേരളത്തിൽ മഴ മുന്നറിയിപ്പുകൾ നിലവിലത്തെ സാഹചര്യത്തിൽ നൽകിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതും ആശ്വാസകരമായ ഒരു കാര്യമാണ്. നേരത്തെ ജില്ലയിൽ മരം കടപുഴകി വീണ് ഒരുപാട് അപകടങ്ങളുണ്ടായ ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു കാറ്റുകൾ തന്നെ ഈ നിമിഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പുലർച്ചെയൊക്കെ മഴ തോന്നുന്ന അവസ്ഥയാണ്. മഴയൊന്നും നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ പെയ്യുന്നുമില്ല. വീണ, കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആതിര സരസ്വതും. കൊച്ചിയിൽ നിന്ന് കെബിൻ കെന്നഡിയും, കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സേട്ടും.